നമസ്കാരം. പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി സഹ്യ ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. യുഎഇയിൽ ജീവിത ചെലവ് കുതിച്ചുയരുന്നു. ദുബായിലും അബുദാബിയിലും വൻ കുതിപ്പ്. യുഎഇയിൽ നിന്ന് വിദേശത്തേക്കുള്ള പണമൊഴുക്കിൽ ഇടിവ്. പണമെത്തുന്നതിൽ മുന്നിൽ ഇന്ത്യ. മഴ തുണയായി. ഈന്തപ്പഴ വിളവേറും. പ്രതീക്ഷയുടെ ഷാർജയിലെ മലയാളികളുടെ വിപണി. കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി മക്കയിൽ യോഗം ചേർന്നു. സമസ്യ പ്രവാസി കഥാപുരസ്കാരം പ്രഖ്യാപിച്ചു. സൗദി വിനോദസഞ്ചാരികളെ കത്തികാട്ടി ഭീഷണിപ്പെടുത്തിയ തുർക്കി പൗരൻ അറസ്റ്റിൽ. പ്രവാസികളുടെ യാത്രാ പ്രശ്നം. ICF ജനകീയ സദസ്സ് നടത്തി. യുഎഇയിൽ ജീവിത ചെലവ് കുതിച്ചുയരുന്നു. ദുബായിലും അബുദാബിയിലും വൻ കുതിപ്പ്. യുഎഇയിൽ ജീവിത ചെലവ് കുതിച്ചുയരുന്നു. ഈ വർഷം ആദ്യ പകുതിയിലെ കണക്കനുസരിച്ച് ദുബായിലെയും അബുദാബിയിലെയും ജീവിത ചെലവാണ് കുത്തനെ ഉയർന്നത്. ഓൺലൈൻ ഡാറ്റാബേസ് കമ്പനി നംബിയോ നടത്തിയ സർവേയിൽ ദുബായിലെ ജീവിത ചെലവ് സൂചിക ജനുവരിയിൽ 138 സ്ഥാനത്ത് നിന്ന് ജൂൺ ആയപ്പോഴേക്കും 70 ഉയർന്നു. അബുദാബി 164 സ്ഥാനത്ത് നിന്ന് 75 കുതിച്ചു. നിത്യോപയോഗ സാധനങ്ങളെല്ലാം ഇതര രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന രാജ്യമായതിനാൽ ആഗോള ഘടകങ്ങളും പണപ്പെരുപ്പത്തെ സ്വാധീനിച്ചതായി റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ജനുവരിയിൽ പെട്രോൾ ലിറ്ററിന് 2.71 ദിർഹം ഉണ്ടായിരുന്നത് മെയ് ആകുമ്പോഴേക്കും 3.22 ദിർഹമായി. ജൂണിൽ അല്പം കുറവുണ്ടായെങ്കിലും ജനുവരിയിലെ നിരക്കിലേക്ക് തിരിച്ചെത്തിയിട്ടില്ല. കോവിഡിന് ശേഷം വാടക ഗണ്യമായി വർദ്ധിക്കുകയാണ്. ആഗോള വിദഗ്ധരുടെയും നിക്ഷേപകരുടെയും യുഎഇയിലുള്ള ഒഴുക്കും റിയൽ എസ്റ്റേറ്റ് നിരക്ക് വർധനയ്ക്ക് കാരണമായിട്ടുണ്ട്. 5 മാസത്തിനിടെ ദുബായിൽ 2.55 ലക്ഷം വാടക കരാറുകളാണ് രജിസ്റ്റർ ചെയ്തത്. മുൻവർഷത്തേക്കാൾ 6% വർധന. പണപ്പെരുപ്പ് നിരക്ക് ജനുവരിയിലെ 109.91 നിന്ന് മെയ് ആയപ്പോഴേക്കും 111.34 ഉയർന്നു. വെള്ളം, വൈദ്യുതി, പാചകവാതകം, വീട്ടുപകരണങ്ങൾ, ഫർണിച്ചർ, ഗതാഗതം എന്നിവയ്ക്കുള്ള ചെലവേറി. ഭക്ഷ്യോൽപ്പന്നങ്ങളിൽ 9 എണ്ണത്തിന് വില പരിധി വെച്ചിട്ടുണ്ടെങ്കിലും ശേഷിച്ചവയുടെ വിലയിൽ വൻ വർധന ഉണ്ടായത് സാധാരണ ഇടത്തരം കുടുംബങ്ങളെ പ്രയാസത്തിലാക്കിയിട്ടുണ്ട്. ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങി മറ്റു ചെലവുകളും കൂടുതലാണ്. US, കാനഡ, ജപ്പാൻ, ദക്ഷിണ കൊറിയ, സൗദി, ഓസ്ട്രേലിയ എന്നിവയ്ക്കൊപ്പം ഉയർന്ന വരുമാനമുള്ള രാജ്യങ്ങളിൽ യുഎഇയും ഇടം പിടിച്ചിരുന്നു. രാജ്യത്തെ സ്വദേശികളുടെയും വിദേശികളുടെയും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് ആരോഗ്യ സംരക്ഷണ, വിദ്യാഭ്യാസ മേഖലകളിൽ ബഹുമുഖ പദ്ധതികളാണ് യുഎഇ നടപ്പാക്കി വരുന്നത്. കൂടാതെ കഴിഞ്ഞ വർഷം മുതൽ നടപ്പാക്കിയ തൊഴിൽ നഷ്ട ഇൻഷുറൻസ് ജീവനക്കാരുടെ ശുഭാപ്തി വിശ്വാസം കൂട്ടി. അടുത്ത വർഷം മുതൽ രാജ്യത്തുടനീളം ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമാക്കുമെന്ന പ്രഖ്യാപനവും ജീവിത നിലവാരം ഉയർത്താനിടയാക്കും. ലോകത്തിലെ ഏറ്റവും സുരക്ഷിത നഗരമായി 8ാം തവണയും അബുദാബി തിരഞ്ഞെടുക്കപ്പെട്ടു. ദുബായ്, അജ്മാൻ, റാസൽ ഖൈമ എന്നീ നഗരങ്ങളും ആദ്യ റാങ്കിൽ ഇടം പിടിച്ചു. ജനത്തിന്റെ ജീവിത നിലവാരം ഉയർത്തുന്നതിലും മികച്ച സുരക്ഷാ മാനദണ്ഡങ്ങൾ നടപ്പാക്കുന്നതിലും അബുദാബിയുടെ മികവാണ് നേട്ടത്തിന് തുണയായത്. ആഗോളതലത്തിൽ 329 നഗരങ്ങളിൽ നടത്തിയ സർവേയിലാണ് അബുദാബി സുരക്ഷിത നഗരമെന്ന പദവി നിലനിർത്തിയത്. സ്ഥിരതയുള്ള ഈ റാങ്കിംഗ് താമസക്കാർക്കും സന്ദർശകർക്കും മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉറപ്പാക്കും. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, അബുദാബി. യുഎഇയിൽ നിന്ന് വിദേശത്തേക്കുള്ള പണമൊഴുക്കിൽ ഇടിവ്. പണമെത്തുന്നതിൽ മുന്നിൽ ഇന്ത്യ. യുഎഇയിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്കുള്ള പണമൊഴുക്ക് കുറഞ്ഞു. 2023 $3,850 കോടി വിദേശത്തേക്ക് അയച്ചത്. 2022 ഇത് $3,967 കോടി ആയിരുന്നു. ഒരു വർഷത്തിനിടെ 3% കുറവാണ് രേഖപ്പെടുത്തിയത്. 2019 $5,288 കോടി അയച്ചിരുന്നു. 4 വർഷമായി വിദേശത്തേക്കുള്ള പണമൊഴുക്കിൽ വൻ കുറവുണ്ടായെന്ന വേൾഡ് ബാങ്കിന്റെ ഏറ്റവും പുതിയ മൈഗ്രേഷൻ ആൻഡ് ഡെവലപ്മെന്റ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. സൗദി, യുഎഇ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള പണമൊഴുക്കാണ് ഗണ്യമായി കുറഞ്ഞത്. കോവിഡിന് ശേഷം ഒട്ടേറെ പേരുടെ ജോലി നഷ്ടപ്പെട്ടതും ശമ്പളം വെട്ടിക്കുറച്ചതുമെല്ലാം കാരണമായി. കൂടാതെ പലരും കുടുംബത്തെ വിദേശത്തേക്ക് കൊണ്ടുവന്നതിനാൽ നാട്ടിലേക്ക് പണമയക്കുന്നത് കുറഞ്ഞതും ഇതിന് ആക്കം കൂട്ടി. ഇന്ത്യ, പാകിസ്ഥാൻ, ഫിലിപ്പീൻസ്, UK, ഈജിപ്ത്, ശ്രീലങ്ക, ലബനൻ, ചൈന എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് 87.1 ലക്ഷത്തിലധികം വരുന്ന വിദേശ തൊഴിലാളികൾ കൂടുതലും. കുടിയേറ്റ തൊഴിലാളികളുടെ ആഗോളതലത്തിലെ 8ാമത്തെ വലിയ ലക്ഷ്യസ്ഥാനമാണ് യുഎഇ. 2023 ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് മാത്രം വിദേശത്തേക്കുള്ള പണമൊഴുക്ക് 13% കുറഞ്ഞു. 2010 മുതൽ 2019 വരെ വിദേശ പണമൊഴുക്ക് വർദ്ധിച്ചെങ്കിലും 2019 മുതൽ കുറയുകയായിരുന്നു.
ഇതേസമയം ഹവാല മാർഗത്തിൽ പണമയച്ചതിൽ കൂടുതലും എത്തിയത് പാകിസ്ഥാനിലേക്ക്. മികച്ച നിരക്കും തുക വീട്ടിലെത്തിക്കുന്നതുമാണ് ഹവാലക്കാരെ ആശ്രയിക്കാൻ പലരെയും പ്രേരിപ്പിക്കുന്നത്. ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവരും നിരക്ഷരരും ഇവരെ ആശ്രയിക്കുന്നു. ഇന്ത്യയിലേക്കുള്ള പണമയക്കാൻ ഈ വർഷം 3.7% വർദ്ധിച്ച $12,400 കോടി, 2025 4% വർദ്ധിച്ച് $12,900 കോടി എത്തുമെന്ന് ലോകബാങ്ക് പ്രവചിക്കുന്നു. പാകിസ്ഥാനിലേക്കുള്ള പണമൊഴുക്ക് ഈ വർഷം 7%, 2025 4% കൂടുമെന്നാണ് പ്രവചനം. വിദേശങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ പണമെത്തിയത് ഇന്ത്യയിലേക്ക്. $1,200 കോടി 2023 ഇന്ത്യയിലെത്തിയത്. 6,600 കോടിയുമായി മെക്സിക്കോയ്ക്കാണ് രണ്ടാം സ്ഥാനം. ചൈന $5,000 കോടി, ഫിലിപ്പീൻസ് 3,900 കോടി, പാകിസ്ഥാൻ $2,700 കോടി എന്നിങ്ങനെയാണ് മറ്റ് രാജ്യങ്ങളിലെത്തിയ പണത്തിന്റെ കണക്ക്. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, അബുദാബി. മഴ തുണയായി ഈന്തപ്പഴ വിളവേറും. പ്രതീക്ഷയുടെ ഷാർജയിലെ മലയാളികളുടെ വിപണി. ഷാർജയിൽ ഏപ്രിൽ 2ാം വാരത്തിൽ തകർത്തു പെയ്ത മഴ തുണയായത് UAE-യിലെ ഈന്തപ്പഴ കർഷകർക്ക്. കാഴ്ച തുടങ്ങിയ സമയത്ത് അപ്രതീക്ഷിതമായി ലഭിച്ച മഴ ഈന്തപ്പനകൾക്ക് ഉന്മേഷം പകരുകയും വിളവ് വർദ്ധിക്കാൻ കാരണമാവുകയും ചെയ്തു. ഇതനുസരിച്ച് ഇപ്രാവശ്യം വിപണിയിൽ കൂടുതൽ ഈന്തപ്പഴം എത്തുകയും വില കുറച്ചു നൽകാൻ കഴിഞ്ഞാൽ കച്ചവടം വർദ്ധിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഷാർജ സൂഖ് അൽ ജുബൈൽ മാർക്കറ്റിലെ മലയാളി വ്യാപാരികൾ. മുൻ വർഷങ്ങളിൽ കടുത്ത വേനൽക്കാലത്ത് ഈന്തപ്പനകൾക്ക് വെള്ളമെത്തിക്കാൻ വലിയൊരു ശതമാനം കർഷകരും സാധിക്കാത്തതിൽ വില കുറഞ്ഞു പോകാറുണ്ടായിരുന്നു. അബുദാബി, അലൈൻ, ദുബായിലെ അൽ ഖവാനീജ് എന്നിവിടങ്ങളിലാണ് UAE-യിൽ കാര്യമായ ഈന്തപ്പനത്തോട്ടങ്ങളുള്ളത്. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, ഷാർജ. കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി മക്കയിൽ യോഗം ചേർന്നു. മക്കയിൽ 2025 ഹജ്ജ് സീസണിന്റെ ആദ്യഘട്ട ഒരുക്കങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി മക്കയിൽ യോഗം ചേർന്നു. മക്ക അമീർ രാജകുമാരന് വേണ്ടി ഖാലിദ് അൽ ഫൈസൽ രാജകുമാരൻ, മക്ക ഡെപ്യൂട്ടി അമീറും CHC ഡെപ്യൂട്ടി ചെയർമാനുമായ സൗദ് ബിൻ മിഷാൽ യോഗത്തിന് നേതൃത്വം നൽകി. ഈ വർഷത്തെ ഹജ്ജ് വേളയിൽ കൈവരിച്ച നല്ല ഫലങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിനും ഹജ്ജ് ഓപ്പറേഷൻ സിസ്റ്റത്തിന്റെ തുടർച്ചയായ വികസനം തീർത്ഥാടകരുടെ അനുഭവം മെച്ചപ്പെടുത്തുന്നതിനും അടുത്ത വർഷത്തെ ഹജ്ജ് വേളയിൽ അവർക്ക് മികച്ച സേവനങ്ങൾ നൽകുന്നതിനുമുള്ള മാർഗങ്ങൾ യോഗം അവലോകനം ചെയ്തു. വിവിധ കര, കടൽ, വ്യോമ, തുറമുഖങ്ങൾ വഴിയുള്ള തീർത്ഥാടകരുടെ യാത്രയുടെ നിലവിലെ ഘട്ടത്തിലെ പുരോഗതി യോഗം ചർച്ച ചെയ്തു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, മക്ക. സമസ്യ പ്രവാസി കഥാപുരസ്കാരം പ്രഖ്യാപിച്ചു. ദുബായിൽ സമസ്യ പ്രവാസി കഥാപുരസ്കാരം 2023 പ്രഖ്യാപിച്ചു. UAE-യിൽ പ്രവാസിയായ തൃശൂർ ജില്ലയിലെ ഏങ്ങണ്ടിയൂർ സ്വദേശിയായ ബിപിൻ രാമദാസിന്റെ യക്ഷിയും ചിത്രകാരനും എന്ന കഥയാണ് അവാർഡിന് അർഹമായത്. 5,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന അവാർഡ് ഷാർജ രാജ്യാന്തര പുസ്തകമേളയിൽ സമ്മാനിക്കും. സമസ്യയുടെ 3ാമത്തെ പ്രവാസി കഥാപുരസ്കാരമാണ് ഇത്. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, ദുബായ്. സൗദി വിനോദസഞ്ചാരികളെ കത്തികാട്ടി ഭീഷണിപ്പെടുത്തിയ തുർക്കി പൗരൻ അറസ്റ്റിൽ. റിയാദിൽ തുർക്കിയിലെ ഇസ്താംബൂളിലെ മസ്ലാക്ക് ഏരിയയിലെ ഒരു റെസ്റ്റോറന്റിൽ സൗദി വിനോദസഞ്ചാരികളെ കത്തികാട്ടി ഭീഷണിപ്പെടുത്തിയ തുർക്കി പൗരൻ അറസ്റ്റിൽ. മസ്ലക്കിലെ ഒരു കഫേയിൽ ഇരിക്കുകയായിരുന്ന സൗദി വിനോദസഞ്ചാരികളെ അക്രമി കത്തി ചൂണ്ടി ഭീഷണിപ്പെടുത്തുന്നതിന്റെ വീഡിയോ ക്ലിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതിനെ തുടർന്നാണ് തുർക്കി പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. മദ്യലഹരിയിലാണ് ഇയാൾ കുറ്റം ചെയ്തതെന്നാണ് റിപ്പോർട്ടുകൾ. സൗദി വിനോദസഞ്ചാരികൾ കഫേയിലിരിക്കുമ്പോൾ തുർക്കി പൗരൻ കത്തിവീശുകയും അവരെ ഭീഷണിപ്പെടുത്തുകയും അറബികളെ അധിക്ഷേപിക്കുകയും ചെയ്യുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, റിയാദ്. പ്രവാസികളുടെ യാത്രാ പ്രശ്നം. ICF ജനകീയ സദസ്സ് നടത്തി. അബുദാബിയിൽ പ്രവാസികളുടെ യാത്രാ പ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരം ഉണ്ടാക്കണമെന്ന് അബുദാബിയിൽ നടന്ന ജനകീയ സദസ്സ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ആവശ്യപ്പെട്ടു. അവസാനിക്കാത്ത ആകാശച്ചതികൾ എന്ന ശീർഷകത്തിൽ ഇന്ത്യൻ കൾച്ചറൽ ഫോറം സംഘടിപ്പിച്ച ജനകീയ സദസ്സിലാണ് ഈ ആവശ്യം ഉന്നയിച്ചത്. ICF UAE നാഷണൽ സെക്രട്ടറി ഹമീദ് പരപ്പ വിഷയം അവതരിപ്പിച്ചു. തിരക്കുള്ള സമയങ്ങളിൽ അധിക വിമാനമോ ചാർട്ടേഡ് വിമാനമോ അനുവദിക്കുക, കപ്പൽ സർവീസ് ആരംഭിക്കുക, എയർ കേരള തുടങ്ങുക, കൂടുതൽ വിമാന കമ്പനികൾക്ക് കേരള സെക്ടറുകളിലേക്ക് സർവീസ് നടത്താൻ അനുമതി നൽകുക, കണ്ണൂർ വിമാനത്താവളത്തിൽ വിദേശ വിമാന കമ്പനികൾക്കുള്ള വിലക്ക് നീക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളും മുന്നോട്ട് വെച്ചു. AK ബീരാൻകുട്ടി, റാഷിദ് പൂമാടം, TV സുരേഷ് കുമാർ, PM ഫാറൂഖ്, അഡ്വക്കേറ്റ് മുഹമ്മദ് കുഞ്ഞി, VPK അബ്ദുള്ള, പ്രകാശ് പള്ളിക്കാട്ടിൽ, ഷുഹൈബ് അമാനി, ഐസനാർ അമാനി, സയ്യിദ് അസ്ഹരി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, അബുദാബി. ഇനി ഇന്നത്തെ ഗൾഫ് രാജ്യത്തെ കറൻസിയും ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയ നിരക്കുകൾ.
ഇന്നത്തെ ഗൾഫ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. ഗൾഫ് ന്യൂസ് വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.